അവൾ എന്നും വരാറുള്ളത് മെയ് മാസപ്പൂവ് പൂത്തു തളിർക്കുമ്പോഴാണ്. അന്നവൾ വന്നപ്പോഴും മെയ് മാസപ്പൂവ് സുന്ദരിയായി നിറഞ്ഞ് പൂത്തുലഞ്ഞ് നിൽക്കുകയായിരുന്നു. അവയെ നോക്കി അവൾ എന്നോട് പറഞ്ഞു, കണ്ടോ ഇവർക്ക് എന്നോടുള്ള സ്നേഹം. ഇനി ഈ റാണിയാകട്ടെ ഇവളാകട്ടെ എൻ്റെ പ്രൊഫൈൽ. അവൾ സാഗൂതം മെയ് മാസപ്പൂവിൻ്റെ തലയിൽ തലോടി. അവ രാധാറാണിയെപ്പോലെ നാണിച്ചുകൊണ്ട് ഒരിതൾ അവളുടെ കൈകളിൽ പൊഴിച്ചു. അവൾ വന്നുടനെ എന്നും ഒരു ക്യാരറ്റ് ജ്യൂസ് അവൾക്ക് പതിവായിരുന്നു. ഞാനതവൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവൾ എന്നോട് ചോദിച്ചു, നീ ഇതെനിയും മറന്നിട്ടില്ലേ? ഞാൻ തിരിച്ചവളോട് ചോദിച്ചു, അതെങ്ങനെയാണ് ഞാൻ മറക്കുക? നീ എൻ്റെ ഉള്ളിൽ ഉള്ളിടത്തോളം എനിക്കത് മറക്കാൻ കഴിയുമോ? അവൾ അവസാന വരവിൽ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. ഈ ഗൂഗിൾ സുന്ദരമൊഴി നിന്നെ വഴിതെറ്റിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, യഥാർത്ഥ വഴി പറഞ്ഞു തരുന്നവരെ എങ്ങനെയാണ് വഴിതെറ്റിക്കുന്നവർ എന്ന് വിളിക്കുക? അവൾ മറുപടി പറഞ്ഞു, എന്നാൽ അതെന്നെ വഴിതെറ്റിച്ചിട്ടുണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗൂഗിളായിരിക്കില്ല നിന്നെ വഴിതെറ്റിച്ചത്, നിൻ്റെ കൂടെ വന്നവരായിരിക്കും നിന്നെ വഴിതെറ്റിച്ചത്. എവിടെയോ വച്ച് അവൾ ആ സംസാരം സ്റ്റോപ്പ് ചെയ്തു. പെട്ടെന്ന് ലാപ്ടോപ്പ് എടുത്ത് എന്തോ ടൈപ്പ് ചെയ്തു. ഉടൻ എന്നോട് പറഞ്ഞു, എനിക്കിന്ന് പോകേണ്ടതുണ്ട്. അവൾ രാത്രിയിലെ വണ്ടിയിൽ അവളുടെ യാത്ര പുനരാരംഭിച്ചു. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേയില്ല.